കോഴിക്കോട് മാറാട് ബീച്ചിലെ ആരോഗ്യ കേന്ദ്രം കാട് മൂടിക്കിടക്കുകയാണ്. നൂറുകണക്കിന് കുടുംബങ്ങളുടെ ആശ്രയ കേന്ദ്രമായ ആരോഗ്യ കേന്ദ്രം 5 വർഷമായി അടച്ചുപൂട്ടിയ അവസ്ഥയിലാണ്. അധികാരികളോട് പരാതി പറഞ്ഞ് മടുത്തിരിക്കുകയാണ് പ്രദേശവാസികൾ. നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കോഴിക്കോട് മാറാട് കടപ്പുറത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടത്തെ ഒരു കാഴ്ച നമുക്കൊന്ന് കാണാം. പ്രേത സിനിമയ്ക്ക് സെറ്റിട്ടാണെന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി. ഇതാണ് നൂറുകണക്കിന് ആളുകൾക്ക് ഏക ആശ്രയമായ ഈ പ്രദേശത്തെ ആരോഗ്യ കേന്ദ്രം. നാൽപ്പത്തഞ്ച് വർഷം മുൻപാണ് ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. 2003 മാറാട് കലാപത്തിന് ശേഷം ജില്ലാ കളക്ടർ അടക്കമുള്ള ജില്ലാ അധികാരികൾ മുൻകൈയെടുത്താണ് ആരോഗ്യ പ്രവർത്തകരുടെ സേവനം ഇവിടെ ലഭ്യമാക്കിയത്. എന്നാൽ കാലക്രമേണ പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു. ആരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള വഴിയും പ്രശ്നമാണ്. 35-40 വർഷത്തെ പഴക്കുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ വെച്ചത്. എനിക്ക് അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിവരം ഇതാണെന്ന് വെച്ചാൽ ഈ ആദ്യകാലം മുതൽ ഈ ഹെൽത്ത് സെൻ്ററിൽ ഒരു ഡോക്ടറും അവരുടെ ഫാമിലിയും താമസിച്ചിരുന്ന അവിടെ ചികിത്സ നടത്തിയതാണ്. എന്നതിന് ശേഷം അത് കാലക്രമേണ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ അതിങ്ങനെ പോയി പെട്ടെന്ന് നിന്നുപോയി. എന്നതിന് ശേഷം മാറാട് 2003 മാറാട് സംഭവത്തിന് ശേഷം മാറാട് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ മുന്നേ വന്നൊരു വിഷയമാണിത്. ആ വിഷയത്തിൽ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ആ മാറാട് പോലത്തെ ഹെൽത്ത് സെൻ്റർ പൂർണ്ണമായിട്ട് അത് നന്നാക്കിയിട്ട് അവിടെ സ്ഥിരമായിട്ട് ഡോക്ടറും അനുബന്ധ തൊഴിൽ ചെയ്യുന്ന ആളുകൾ, അതായത് സിസ്റ്റർമാർ, മരുന്ന് കൊടുക്കുന്ന ഫാർമസി, അവരൊക്കെ വന്നിട്ട് അത് തീർച്ചയായിട്ടും ചെയ്ത് തീർക്കണം എന്നാണ് അന്ന് കമ്മീഷൻ വരെ പറഞ്ഞിട്ടുണ്ട്. ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന് മുന്നിൽ ഒരു റിപ്പോർട്ടും കൂടിയാണ്. പിന്നെ ഈ മാറി വരുന്ന ഗവൺമെൻറ്റുകൾ ഈ പ്രദേശത്ത് അവഗണിക്കുകയാണ്. ഒരു വികസനം ആ പ്രദേശത്തില്ല. 2002-2003 കലാപത്തിന് ശേഷം കാണുന്ന ഫുട്പാത്തുകളും റോഡും വെളിച്ചങ്ങളൊക്കെ അവിടെ ഉണ്ടായത്. ഇതുവരെ അവിടെ ഈ ഗവൺമെന്റ് ഒരു വികസനം വന്നിട്ടില്ല. ആരോഗ്യ കേന്ദ്രം നിശ്ചലമായതോടെ സാധാരണക്കാരാണ് ദുരിതത്തിലായിരിക്കുന്നത്. ആരോഗ്യരംഗത്ത് നമ്പർ 1 ആണെന്ന് അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനത്തെ ആരോഗ്യ കേന്ദ്രത്തിന്റെ അവസ്ഥയാണിത്. അവകാശവാദങ്ങൾക്ക് അപ്പുറത്തേക്ക് യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അധികാരികൾ ശ്രമിക്കണമെന്നാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് മണ്ണാർക്കാടിനോടൊപ്പം ആനന്ദ് പുതൂർ, ജനം.